ഇപ്പോൾ സ്നേഹചേച്ചി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ ആളുകൾ, അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളായിട്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പോയി കുറച്ച് എന്താ പറയുക, പഠിക്കൂ എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ആ തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ പ്രായത്തിൻ്റെ ഒരു പേടിയായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു പേടിയേ എനിക്കില്ല. കാരണം ജനങ്ങൾ ഏറ്റു കഴിഞ്ഞു. UDF ഭരിച്ചിരുന്നു, അതിനുശേഷം LDF തുടർച്ചയായിട്ട് 10 വർഷമായി ഭരിക്കുന്നു. എന്നിട്ടും ഇത്ര നാളായിട്ടും നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന വികസനം കിട്ടിയിട്ടില്ല. കുടിവെള്ളമാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ നമ്മുടെ എന്തായിരുന്നു റോഡുകൾ. അതിരുടെ ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ താങ്കൾ ഒരു ജെൻസി ആണെന്നും പലപ്പോഴും പറയുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്തൊക്കെ മാറ്റങ്ങൾ താങ്കൾ കൊണ്ടുവരാൻ ശ്രമിക്കും ഇവിടെ? എനിക്ക് കൂടുതലും എൻ്റെ ഇൻസ്റ്റയിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിട്ട് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് പേഴ്സണലായിട്ട്. അതുമെല്ലാം നമ്മുടെ ഒരു ഏജിലുള്ള ആൾക്കാരാണ്. അവർ വന്നിട്ട് ചേച്ചി കട്ട സപ്പോർട്ടാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടാവും. 2016 നിന്ന് 21 വരുമ്പോഴത്തേനും വോട്ട് ചോർച്ച വലിയ ഇതിൽ BJP ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാനാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഒരു തുടർ ഭരണമായിട്ട് എഗെയിൻ ഒരു അവസരം കിട്ടിയിട്ടും ആളുകൾക്ക് വേണ്ടത് കൊടുക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ആളുകൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത്. 2500 രൂപയ്ക്ക് ആൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദ്യം ഉന്നയിക്കുന്ന പലരും ഉണ്ട്, വിമർശിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ കിഴക്കമ്പലം ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ട്, ഞാനിവിടെ അമ്പലം പണിയും എന്ന് പറഞ്ഞു. അപ്പോൾ കിഴക്കമ്പലം എന്നത് ഒരു പഞ്ചായത്താണ് എന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ അത്രയും പോലും ഒരു വിവരമില്ലാത്ത ആളുകളാണ് ഈ വിമർശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെല്ലാം എങ്ങനെയൊക്കെ അതിൻ്റെ നെഗറ്റീവ് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീമിസമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇതിനോടകം വന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടൊരു സ്ഥാനാർത്ഥി കൂടിയാണ് ഞാൻ. എനിക്കൊന്നും ഇപ്പം സ്നേഹചേച്ചിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അതിൻ്റെ വ്യക്തമായ വിവരം ഞാൻ തന്നെ ഇന്നലെ നടന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ തന്നെ അത് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. SRTC ബസ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ബസ്സുകളായിക്കോട്ടെ, ഇതൊക്കെ ആ മാനദണ്ഡം കീപ്പ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് റൂളാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ റൂളാണ്, അല്ലാതെ അത് കേരള സർക്കാരിന്റെ അല്ല. ഇന്ന് അവരുടെ അറിവില്ലായ്മയായിരിക്കും. ഇപ്പം സ്നേഹചേച്ചിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരിക്കും. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്ന് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. കേരള സർക്കാർ കൊടുക്കുന്നു, വിതരണം ചെയ്യുന്നു എന്നുള്ളത്, തരുന്നത് കേന്ദ്ര സർക്കാരാണ്. അതായത് കിറ്റിന്റെ ഇത്ര ശതമാനം ഓൾറെഡി കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതത്തെ ഇവരുടെ കിറ്റാണെന്നുള്ള രീതിയിൽ അതാണ്. പോട്ടെ, നമ്മളിനി സത്യം പറഞ്ഞ വിജയം എന്നുള്ള ഒരു വാക്ക് അത് ഈശ്വരന് മാത്രമേ നമുക്ക് വരാൻ, അതൊന്നും പ്രഡിക്റ്റബിൾ അല്ല. സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ വളരെ കുറവാണ്, കൂടുതലും അല്ലാത്തവരാണ്. അതെന്തുകൊണ്ട് അത് പറയപ്പെടുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആണോ, അതൊന്നും അല്ലല്ലോ ഇവിടെ നോക്കുന്നത്. ഈ പറയപ്പെടുന്ന വ്യക്തികൾ എന്ത് സമൂഹത്തിന് കൊടുക്കും? ശരിക്കും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മന്ത്രിയായിട്ടുള്ള വാസവൻ സാർ തന്നെ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ജോലി ഒരു ഷാപ്പിലെ കരക്കാരനായിരുന്നു. അദ്ദേഹം ആ നിലയിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി ഇന്നിപ്പം മന്ത്രിയായിട്ട് നിൽക്കുന്നു. അതിൽ അഖിലേട്ടൻ ഇപ്പം ആ ഒരു വിമർശനം നടത്തിയത് അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതവിടെ. നമസ്കാരം. നമസ്തേ. അപ്പോൾ ഏറ്റുമാനൂർ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞു, നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുത്തു, എന്ത് തോന്നുന്നു മൊത്തത്തിൽ? വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആ സപ്പോർട്ടും സ്നേഹവും, ജനങ്ങളുടെ ആ ഒരു സ്നേഹമൊക്കെ കൂടിക്കൂടി വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇല്ല, പെട്ടെന്നുള്ളൊരു സ്ഥാനാർത്ഥിത്വമായിരുന്നു ഇപ്പം വീണ നായരിൽ നിന്ന് താങ്കളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതൊരു ടെൻഷൻ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഇപ്പം സത്യം പറഞ്ഞാൽ ടെൻഷൻ ഇല്ല. അതിൻ്റെ കാരണം തന്നെ ഈ ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. ആ തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ പ്രായത്തിൻ്റെ ഒരു പേടിയായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു പേടിയേ എനിക്കില്ല. കാരണം ജനങ്ങൾ ഏറ്റു കഴിഞ്ഞു. യൂത്തിനെ അല്ലെങ്കിൽ യുവജനം വരണം എന്നുള്ളൊരു ഇത് ജനങ്ങൾ ഏറ്റു കഴിഞ്ഞു. അപ്പോൾ അതിലപ്പുറത്തേക്ക് എനിക്കൊരു അങ്ങനെ പേടി പൊതുവേ ഉള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. കാലാകാലങ്ങളായിട്ട് LDF UDF മാറി മാറി ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 ഇലക്ഷനിൽ LDF ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലത്തിൽ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ UDF ഭരിച്ചിരുന്നു, അതിനുശേഷം LDF തുടർച്ചയായിട്ട് 10 വർഷമായി ഭരിക്കുന്നു. എന്നിട്ടും ഇത്ര നാളായിട്ടും നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന വികസനം കിട്ടിയിട്ടില്ല. അത് നമ്മളിപ്പോൾ ഇതിനോടകം ഒരുപാട് കുമരകം തൊട്ട് ഏറ്റുമാനൂർ വരെ ഒരുപാട് ജനങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിച്ചു. അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യം, അവർക്ക് വേണ്ടതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഈ ഇത്രയും വർഷമായിട്ട് അവർക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി അതിനൊരു മാറ്റം വരണം. അപ്പോൾ ഇനി നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുടിവെള്ളമാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ നമ്മുടെ റോഡുകൾ ഇപ്പോഴും റോഡ് സൗകര്യം പോലും ഇല്ലാത്ത കുറേ സ്ഥലങ്ങൾ നമ്മുടെ കുമരകത്തൊക്കെ ഉണ്ട്. ഒരു പാലത്തിന് വേണ്ടി ഇരിക്കുന്ന ജനങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കും. ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ വെള്ളം കയറുന്ന അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിരുടെ ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ താങ്കളൊരു ജെൻസി ആണെന്നും പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്തൊക്കെ മാറ്റങ്ങൾ താങ്കൾ കൊണ്ടുവരാൻ ശ്രമിക്കും ഇവിടെ?
ഇപ്പം മുമ്പ് നമുക്കറിയാവുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട് നമുക്കിത്. ഇപ്പോൾ പോലും നിലവിൽ പോലും നമുക്ക് ഒരുപാട് ഫണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പദ്ധതികൾ നമുക്കായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് വിനിയോഗിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ ഇതൊന്നിനൊന്നും മാറ്റം വരാത്തത്. ഇപ്പോൾ ഈ പറഞ്ഞ കുടിവെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ പാലം പണി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനൊന്നും ഒരു മാറ്റം വരാത്തത് ഇത് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. നമുക്കിതിനെല്ലാം അവൈലബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ വന്നിട്ടെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവണം, സൊല്യൂഷൻസ് കൊണ്ടുവരണം. ഇപ്പോൾ VM വാസവൻ ആണെങ്കിലും അതിൽ നാട്ടകം സുരേഷ് ആണെങ്കിലും ഒരു സീനിയർ ആയിട്ടുള്ള മത്സരാർത്ഥികളാണ്. ഇപ്പോൾ മത്സരാർത്ഥികളാണ്, വിജയിച്ചിട്ടുണ്ടെങ്കിലും മത്സരാർത്ഥികളാണ് നിലവിൽ. അപ്പോൾ താങ്കൾ ഒരു യുവത്വത്തിൻ്റെ ആളാണ്. അപ്പോൾ യുവാക്കൾക്കിടയിലുള്ള താങ്കളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? അത് പറഞ്ഞറിയിക്കേണ്ടതാണ്. കാരണം എനിക്ക് കൂടുതലും എൻ്റെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിട്ട് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് പേഴ്സണലായിട്ട്. അതുമെല്ലാം നമ്മുടെ ഒരു ഏജിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളുടെ ജസ്റ്റ് ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ വന്നിട്ട് ചേച്ചി കട്ട സപ്പോർട്ടാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഓക്കെ, അവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ നമ്മളുടെ ഒരു വിഷനെ മനസ്സിലാക്കുന്നു. ഇപ്പം നമ്മുടെ നാട് നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ തൊഴിലില്ലായ്മ. അപ്പോൾ ഞാൻ അതിനെയും അഡ്രസ്സ് ചെയ്തിരുന്നു. അപ്പോൾ അതിലും ഞാൻ കുറേ കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന് ചെയ്യേണ്ടതായിട്ട്, നമ്മുടെ കുട്ടികൾക്കായിട്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ജെൻസി ആൾക്കാർക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരൊക്കെ അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കും നമ്മൾ വരണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വരവിനെ അവർ നല്ലപോലെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 2016 BDJS ആണ് മത്സരിച്ചത്. അതിനുശേഷം 2021 BJP മത്സരിച്ച മണ്ഡലമാണ്. പക്ഷേ 2016 നിന്ന് 2021 വരുമ്പോഴത്തേനും വോട്ട് ചോർച്ച വലിയ ഇതിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാനാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പം അതിനുള്ള ഉത്തരം തന്നെ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ, തുടർച്ചയായി 10 വർഷത്തെ ഭരണം ഈ ജനങ്ങൾ കണ്ടു. അവരെന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്നൊക്കെ ഈ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ജനങ്ങൾ ആ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലപ്പുറത്തേക്ക് ഇതിനൊരു ആൻസർ വേണ്ട. കാരണം അവർ നമ്മളോട് പറയുന്നു, ഇത് ഞങ്ങൾ മടുത്തു, ഈ ഭരണം ഞങ്ങൾ മടുത്തു, ഇവിടുന്ന് ഇതിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിലപ്പുറത്തേക്ക് അങ്ങനെയാണെങ്കിലും 2016 ഇലക്ഷനിലും ജയിച്ച വാസവൻ തന്നെയാണ് 2021 വിജയിച്ചത്. അപ്പോൾ 2021 2016 ഒരു 10% വോട്ട് കുറവാണ് BJPക്ക് ഉണ്ടായത്. അപ്പോൾ ആ വോട്ട് ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ BJPയിൽ വരുന്ന കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്ന കേന്ദ്ര പദ്ധതികളുടെ കാര്യം. ഇപ്പോൾ കുറച്ചുകൂടെ അന്നത്തെ ഉള്ളതിനേക്കാളും ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾ ഇതിനെ എന്താ പറയുക, ഇതിനോടൊരു കുറച്ചുകൂടെ അറിവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ആയിക്കോട്ടെ, ഗൂഗിൾ പോലുള്ള കാര്യങ്ങൾ വഴി ആയിക്കോട്ടെ, എന്താണ് കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഇപ്പം ഈ ഒരു മിനിങ്ങാന്ന് തന്നെ നമ്മൾ കണ്ടൊരു വാർത്തയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞ കാര്യം, അതായത് 311.95 കോടി നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. അത് വാങ്ങിക്കാനുള്ള ഒരു അപേക്ഷ പോലും നമ്മുടെ കേരളം കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് വേണ്ടുന്നതൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. നമുക്കൊക്കെ തരുന്നുണ്ട്, നമ്മളതൊന്നും വാങ്ങിക്കുന്നു അല്ലെങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല. അതൊരു പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും. അതായത് അവർ നമുക്കൊന്നും ചെയ്തു തരുന്നില്ല, അല്ലെങ്കിൽ ഈ NDA പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം മേ ബി അത്. അപ്പോൾ അതിനൊരു ഭാഗമായിരിക്കും ഇത്. അപ്പോൾ അന്നത്തെ കാലം, ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ കാലം കുറച്ചുകൂടെ ആളുകൾ ഇന്ന് എക്സ്പോസ്ഡ് ആണ്, നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ആളുകൾക്ക് ഇന്ന് കുറേ കൂടി മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. ആദ്യത്തെ ഒരു 5 വർഷം കഴിഞ്ഞു, അപ്പോൾ എല്ലാവരും വിചാരിച്ചു കാണും ഓക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരു അവസരവും കൂടെ കൊടുത്തു നോക്കാം എന്ന് ആളുകൾ അങ്ങനെ എഗെയിൻ ഒരു തുടർ ഭരണമായിട്ട് എഗെയിൻ ഒരു അവസരം കിട്ടിയിട്ടും ആളുകൾക്ക് വേണ്ടത് കൊടുക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ആളുകൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. നമ്മളെല്ലാം അങ്ങനെയല്ലേ, നമുക്കൊരു അനുഭവം കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ മാറി ചിന്തിക്കുക. ഈ വീണ നായർ മത്സരിക്കാനിരുന്ന മണ്ഡലമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ താങ്കൾക്ക് എത്രത്തോളം ഉണ്ട്? നല്ല രീതിയിലുണ്ടാവും. ഇത് അറിഞ്ഞപ്പോൾ തന്നെ വീണ ചേച്ചി എന്നെ വിളിച്ചിരുന്നു, എനിക്ക് ഓൾ ദി ബെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഫസ്റ്റ് റോഡ് ഷോയ്ക്ക് ചേച്ചി വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വരുന്നു, അത് ആരുടെയും തെറ്റല്ല, അങ്ങനെ വന്നു പോയി എന്നുള്ളതല്ലാതെ അതിൽ നമ്മളോടൊരു വേറെ ഇതൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം ഇപ്പം നമ്മുടെയൊക്കെ ഒരു വിഷൻ എന്ന് പറയുന്നത് ജനസേവനമാണ് അല്ലെങ്കിൽ വികസനമാണ്. അപ്പോൾ അതിലപ്പുറത്തേക്ക് വേറൊരു ഫാക്ടേഴ്സും അവിടെ പ്രസക്തമല്ലല്ലോ. ഇപ്പോൾ താങ്കളുടെ അതിനുശേഷമുള്ള ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രസംഗത്തിലൊക്കെ വിമർശനങ്ങൾ വന്ന 2 കാര്യമാണ്. ഒന്നാമത് 2500 രൂപയ്ക്ക് കിഴക്കമ്പലം പോലെ ആക്കും, 2500 രൂപയ്ക്ക് ആൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദ്യം ഉന്നയിക്കുന്ന പലരും ഉണ്ട്, വിമർശിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
അത് എനിക്ക് തോന്നുന്നു ഇത് അറിയാത്തവരാണ് ഈ വിമർശനങ്ങൾ പറയുന്നത്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ സെർച്ച് ചെയ്താലൊന്ന് കാണാം. ഇല്ലെങ്കിൽ പറ്റിയാൽ സാധിച്ചാൽ അതും പറഞ്ഞപ്പോഴാണ് അടുത്ത കിഴക്കമ്പലം ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടേ. ഞാനിവിടെ അമ്പലം പണിയും എന്ന് പറഞ്ഞു. അപ്പോൾ കിഴക്കമ്പലം എന്നത് ഒരു പഞ്ചായത്താണ് എന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ അത്രയും പോലും ഒരു വിവരമില്ലാത്ത ആളുകളാണ് ഈ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇതിന് ഉത്തരം അർഹിക്കുന്നില്ല എന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. കിഴക്കമ്പലം എന്നത് ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ സാബു എം ജേക്കബ് എന്ന കിറ്റക്സിൻ്റെ ഉടമയായിട്ടുള്ള സാബു എം ജേക്കബ് സാറ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കിഴക്കമ്പലം. ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് കൊണ്ടുവന്നു. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങുന്നതിന് 50% വിലക്കുറവിലാണ് അവിടെ ആ മാർക്കറ്റിൽ സാധനങ്ങൾ കിട്ടുന്നത്. അവിടുത്തെ ജനങ്ങൾ പട്ടിണി പാവങ്ങളായിട്ടുള്ള ജനങ്ങളായിരുന്നു. അവർക്ക് ഇന്ന് ഒരു മാസം കഴിയും 2500 രൂപ മതി. അവിടെ ഇപ്പോൾ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. അതായത് അപ്പോൾ പെട്രോൾ അടിക്കേണ്ട, അല്ലെങ്കിൽ ഗ്യാസിന് തന്നെ 1000 രൂപയാണ്. നമ്മൾ ഒരു കാര്യം ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെല്ലാം എങ്ങനെയൊക്കെ അതിൻ്റെ നെഗറ്റീവ് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീമിസമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞത് എന്താ? ഇപ്പോൾ നമുക്കിവിടെ 2500 രൂപയ്ക്ക് ഒരു മാസം ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരും. ഇപ്പം നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ എന്താ പറയുക, നമ്മുടെ പലവ്യഞ്ജനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ഇപ്പം അതിന് പറയാം, നമ്മുടെ വീട്ടിലേക്കുള്ള അതന്നെ ആ ചിലവുകൾ വഹിക്കാൻ നല്ലപോലെ കഷ്ടം. ഒരു ദിവസം തന്നെ നമുക്ക് വേണ്ടി വരുന്നുണ്ട് ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ഒരു ദിവസം തന്നെ വേണ്ടി വരുന്നുണ്ട്. ആ ഒരു ഇതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. കാരണം അത് അവിടെ ഓൾറെഡി നമ്മൾ വാക്കുകൊണ്ട് പറയലല്ലോ, അവിടെ ഓൾറെഡി പ്രവർത്തിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ആ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വരുന്നത് ആ വിമർശനങ്ങൾ സത്യം പറഞ്ഞാൽ അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കടുത്ത വിമർശനം എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൽ പാരമ്പര്യമുള്ള ആൾക്കാർക്ക് പരസ്പരം ചെളിവാറ് എറിയലുകളും അല്ലെങ്കിൽ വിമർശനങ്ങളും സ്ഥിരം കേട്ട് പഴകിയ സ്ഥലങ്ങളാണ്. താങ്കളൊരു പുതുമുഖമാണ്. താങ്കൾ ഇങ്ങനെ കേൾക്കുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള തോന്നുന്നു. എനിക്കങ്ങനെ, ഞാൻ ഒരു കാര്യത്തെ അങ്ങനെ ഇമോഷണലി ഉള്ളിലേക്ക് എടുക്കുന്ന ഒരാളല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഏതൊരു സാധനത്തിനും 2 വശങ്ങളുണ്ടെന്നാണ്. നമ്മൾ അമ്മയെ തല്ലിയാലും 2 പക്ഷം. അപ്പോൾ നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും രണ്ടും സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ചീത്തയാന്ന് പറയാനും നല്ലതാന്ന് പറയാനും ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വിമർശനങ്ങളും ക്രിറ്റിസിസും ഒക്കെ ആകാം, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഭാഷകൾക്കൊരു ലിമിറ്റ് വയ്ക്കാം. കാരണം എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മളൊക്കെ ഒരു പക്ഷെ അവരുടെ സംസ്കാരം കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അവരെ പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ സംസ്കാരത്തിലായിരിക്കില്ല അവർ വളർന്നത്. അതിൻ്റെ ഒരു സംസ്കാരമായിരിക്കും ആ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനോടകം വന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടൊരു സ്ഥാനാർത്ഥി കൂടിയാണ് ഞാൻ. അങ്ങനെ ഒരു വിശേഷണവും കൂടെ. അപ്പോൾ അതൊക്കെ അവരുടെ സംസ്കാരമാണ്. എനിക്കങ്ങനെ ഒരു മാനസികമായിട്ട് അതിന് വലിയ വിഷമമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അവരുടെ സംസ്കാരം അവർ കാണിക്കട്ടെ. ആ രീതിയിൽ താങ്കൾ അടിച്ചമർത്താൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൈബർ ഇടത്തിലടക്കം ശ്രമിക്കുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ലക്ഷണങ്ങളല്ലേ. നമ്മളുടെ ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം കമൻറ്റ് ബോക്സസ് ഒക്കെ നോക്കിയാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു PR ടീം ഇരുന്നിട്ട് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് നല്ല രീതിക്ക്. കാരണം നമ്മൾ നേരിട്ട് കാണുന്ന ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതും ഈ കമൻറ്റ് ബോക്സ് നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. അവരങ്ങനെ ആയിക്കോട്ടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കുറേ ട്രോളുകളൊക്കെ വന്നു, ഞാൻ പറഞ്ഞ ഇതിനെ വെച്ചിട്ട് എനിക്ക് വിവരമില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന്. അത് എന്താ പറയുക, അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യർക്ക് എനിക്കൊരു സത്യം പറഞ്ഞാൽ അത് ഒരു തരത്തിൽ നമുക്കൊരു പ്രൊമോഷനാണ് അവർ ചെയ്തു തന്നത്. അവരെന്നെ വിമർശിച്ചപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ആളുകൾ തിരഞ്ഞ് കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് ഒരു തരത്തിൽ അവരെനിക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്ത പോലെ എനിക്ക് ആ വിഷയത്തിലൊക്കെ തന്നെ അറിയുമ്പം സ്നേഹ ശ്രീകുമാർ അടക്കം പറഞ്ഞു KSRTCയുടെ കേയുടെ അർത്ഥം പോലും അറിയില്ലാത്ത ആളാണ് താങ്കളെന്നും, പടിക്കെട്ടിൻ്റെ ഇതിനെക്കുറിച്ചും അല്ലെങ്കിൽ റേഷൻ അരിയെ കുറിച്ചൊക്കെ വിമർശനം, ഇതൊക്കെ കേരള സർക്കാരാണ് കൊടുത്തത്, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. ഇതൊന്നും അറിയാത്ത ഒരു കുട്ടിയാണ്, വിദ്യാഭ്യാസം ഉണ്ടാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ഇപ്പോൾ സ്നേഹ ചേച്ചി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ ആളുകൾ, അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളായിട്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പോയി കുറച്ച് എന്താ പറയുക പഠിക്കൂ എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഞാൻ അത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടും തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതൊരു തെറ്റായ എന്താ പറയുക പ്രസ്താവനയല്ല. എനിക്കൊന്നും ഇപ്പം സ്നേഹ ചേച്ചിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അതിൻ്റെ വ്യക്തമായ വിവരം ഞാൻ തന്നെ ഇന്നലെ നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ തന്നെ അത് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇനിയെങ്കിലും ഇപ്പം ഇത് കാണുന്ന ആൾക്കാരോടെങ്കിലും ഞാൻ പറയുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളിൽ പെട്ടതാണ് ഈ KSRTCയുടെ ഫുട്ബോൾ സ്റ്റെപ്പുകളുടെ എണ്ണവും ഫുട്ബോളിൻ്റെ വീതിയും ഹൈറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മൊത്തം
കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡത്തിൽ അവർ കൊണ്ടുവന്ന പുതിയ നിയമം, ഇപ്പം നമ്മുടെ AC ലോ ഫ്ലോർ ജൻഡ്രം പദ്ധതിയിൽ വരുന്ന AC ലോ ഫ്ലോർ ബസ്സുകളുണ്ടല്ലോ, അതൊക്കെ നോക്കിയാൽ ആ ഒരു സ്ട്രക്ചറൊക്കെ ആ പുതിയ മാനദണ്ഡത്തിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള ബസ്സുകളാണ്. അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ KSRTC ബസ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ബസ്സുകളായിക്കോട്ടെ, ഇതൊക്കെ ആ മാനദണ്ഡം കീപ്പ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് റൂളാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ റൂളാണ്, അല്ലാതെ അത് കേരള സർക്കാരിൻ്റെ അല്ല. അത് കേരള സർക്കാർ എന്നല്ല, ഇന്ത്യൻ രാജ്യത്ത് നിൽക്കുന്ന എല്ലാ സർക്കാരും ചെയ്യേണ്ട ഒരു റൂളാണ്. അവിടെ എന്താണ് ഞാൻ തെറ്റ് പറഞ്ഞത്? എനിക്കൊന്നും അവരുടെ അറിവില്ലായ്മയായിരിക്കും. ഇപ്പം സ്നേഹചേച്ചിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരിക്കും, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്ന് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പം എന്താ, സ്നേഹചേച്ചി തന്നെ പറയുന്നില്ല, ഇപ്പം ചേച്ചിയുടെയാണ് ഞാനും കൂടുതൽ കണ്ട പോസ്റ്റുകൾ. അതാണ് വാർത്തയായത്. അതെ വാർത്തയായത്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും ഇങ്ങനെ സ്വയം മന്ദബുദ്ധികളാകരുത്. ഇപ്പം നമുക്കുള്ള അറിവുകേടാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നിനക്കറിവില്ല എന്നാക്കി പറയുന്നത്. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ആദ്യം നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ചിട്ടെങ്കിലും പറയാനുള്ള മര്യാദ കാണിക്കൂ എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഈ റേഷൻ വിവാദങ്ങളെ കുറിച്ചും കൂടെ, അരി കൊടുത്ത ആ വിവാദങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് വിശദമാകാമോ? അതും നമുക്ക് അറിയണ കാര്യമല്ലേ. നമുക്ക് അരി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രകാരമാണ് നമുക്ക് 35 കിലോളം അരികൾ നമുക്ക് ലഭിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു 2029 ആണെന്ന്, എനിക്കതൊരു ഉറപ്പില്ല. 2029 ഡിസംബർ 31 വരെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. വരെ നമുക്ക് അത് ലഭിക്കും. അത് പ്രധാനമന്ത്രി നമുക്ക് തന്നിട്ടുള്ള ഉറപ്പാണ്. അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അരി നമുക്ക് തരുന്നത് കേരള സർക്കാർ. അത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അത് കേരള സർക്കാർ കൊടുക്കുന്നു, വിതരണം ചെയ്യുന്നു എന്നുള്ളത് തരുന്നത് കേന്ദ്ര സർക്കാരാണ്. അതായത് കിറ്റിന്റെ ഇത്ര ശതമാനം ഓൾറെഡി കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതത്തെ ഇവരുടെ കിറ്റാണെന്നുള്ള രീതിയിൽ. അതാണ് പോട്ടെ, നമ്മളിനി പറയാണ് അവര് തരുന്നു ഞങ്ങളത് നിങ്ങൾക്ക് കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നെങ്കിൽ അത് ന്യായം. അതല്ലാതെ ഇവരെന്താ ചെയ്യുന്നത്? ഫ്ലെക്സ് ബോർഡിൽ പോലും ഞങ്ങളാണ് തരുന്നത് എന്നുള്ള രീതിയിൽ, ഇത് ഞങ്ങളുടെ മാത്രം അവിടെ കേന്ദ്ര സർക്കാരിന് ഒരു റോളും ഇല്ലാത്ത രീതിയിലാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്കത് മെൻഷൻ ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞാനത് മെൻഷൻ ചെയ്യില്ല. ഇപ്പോൾ അവർ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഇതിനകത്ത് പങ്കാളികൾ ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതിന് അങ്ങനെ ഒരു കാര്യം പറയില്ല. ഇത് കേരള സർക്കാർ അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിരിക്കും. കുറേ ആൾക്കാരൊക്കെ അത് കേൾക്കുമ്പോൾ വിശ്വസിക്കും. നമ്മളാണെങ്കിലും വിചാരിക്കില്ലേ, കേരള സർക്കാർ നമുക്ക് വേണ്ടി ഇതൊക്കെ തരുന്നു, കാരണം നമുക്ക് വിതരണം ചെയ്യുന്നവരാണ്, അപ്പോൾ അവരിതൊക്കെ നമുക്ക് വേണ്ടി തരുന്നു എന്ന് വിചാരിക്കും. ആ തെറ്റിദ്ധാരണ മാറണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അരി തരുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പലപ്പോഴും അറിയില്ല. എന്തൊക്കെ താങ്കൾ മുന്നേ പറഞ്ഞ പോലെ ഏതൊക്കെ പദ്ധതികളാണുള്ളത്, ആ പദ്ധതികൾ എന്തിനൊക്കെയുള്ളതാണ്, ഏതൊക്കെ പ്രായക്കാർക്കുള്ളതാണ്, സ്ത്രീകൾക്ക് എത്രയുണ്ട്, പുരുഷന്മാർക്ക് എത്രയുണ്ട്, വയോജനർക്ക് എത്രയുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി പൊതുജനങ്ങൾക്ക് കൊടുക്കാത്തത് ഒരു സർക്കാരിൻ്റെ പരാജയമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും അത് പരാജയം എന്നുള്ളതിലുപരി അവർക്ക് ആളുകളെ ബോധിപ്പിക്കണം. അതായത് കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും എല്ലാം കേരള സർക്കാരാണ് തരുന്നതെന്നും ഒരു എന്താ പറയുക, ആ തരത്തിലൊരു തോട്ട് മനുഷ്യരുടെ ഉള്ളിൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ മറച്ചു പിടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? ഇപ്പോൾ അതിപ്പോൾ അതിന് കുറേ എക്സാമ്പിൾസ് നമുക്കിപ്പോൾ ഇതിനോടൊക്കെ തന്നെ വാർത്തകളിൽ വന്നിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പരാജയം തന്നെയാണ്. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ MLA ആയി ജയിച്ചു വന്നാൽ ഞാൻ അതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. നമുക്ക് കേന്ദ്ര സർക്കാർ തന്നിട്ടുള്ളതൊക്കെ കേരള സർക്കാരിൽ നിന്ന് ഞാനത് ചെയ്തു കൊടുക്കും ആളുകൾക്കായിട്ട്. ഇത്തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യത്തോടെ കാണുന്ന ഒരു മൂന്നാം കക്ഷി എന്നുള്ള രീതിയിൽ പേരെടുത്ത് പറയുന്ന രീതിയിലേക്ക് BJP കേരളത്തിൽ അല്ലെങ്കിൽ NDA സഖ്യം കേരളത്തിൽ വളർന്നിരിക്കുന്നു. അപ്പോൾ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എത്രത്തോളം ഒരു വലിയ വിജയം കേരളത്തിൽ NDA? സത്യം പറഞ്ഞാൽ വിജയം എന്നുള്ളൊരു വാക്ക് അത് ഈശ്വരന് മാത്രമേ നമുക്ക് പറയാൻ, അതൊന്നും പ്രഡിക്റ്റബിൾ അല്ല, ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താ പറയുക, ജനങ്ങൾ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ജനപ്രതിനിധികൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയപ്രതീക്ഷയുണ്ട്. എന്നിരുന്നാലും മൊത്തത്തിൽ കേരളത്തിൽ നോക്കുമ്പോൾ ഇത് നമുക്കിപ്പോൾ പ്രഡിക്റ്റബിൾ അല്ല. പിന്നെ നമ്മൾ പ്രത്യാശിക്കുന്നു 140 സീറ്റിലും നമ്മൾ ജയിക്കട്ടെ എന്ന് നമ്മൾ മറ്റുള്ള ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ചിട്ട് 2020 നോക്കുകയാണെങ്കിൽ കൂടുതലും സെലിബ്രിറ്റി പ്രഭയുള്ള അല്ലെങ്കിൽ താരപ്രഭയുള്ള ആളുകളാണ്. ഇപ്പം അഞ്ജലി നായരാണെങ്കിലും അഖിൽമാരാണെങ്കിലും അങ്ങനെ കൂടുതലും അങ്ങനെ താരപ്രഭയുള്ള ആൾക്കാർ, താങ്കളടക്കമുള്ള ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സെലക്ഷനിലേക്ക് അവർ പോകാനുള്ള എന്തുകൊണ്ടായിരിക്കും കാരണം ഉണ്ടാകുന്നത്? അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, താരങ്ങൾ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ വളരെ കുറവാണ്, കൂടുതലും അല്ലാത്തവരാണ്. അതെന്തുകൊണ്ട് അത് പറയപ്പെടുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു 4-5 പേരാണ് നമ്മൾ സെലിബ്രിറ്റീസ് എന്ന ടാഗിൽ വന്നിട്ട്. അപ്പോൾ അതിൽ ഞാനൊരു സെലിബ്രിറ്റി ഒന്നുമല്ല, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ടാഗിലേക്ക് വന്നത് പോലും അത് 4-5 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ
ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആണോ അതൊന്നും അല്ലല്ലോ ഇവിടെ നോക്കേണ്ടത്. ഈ പറയപ്പെടുന്ന വ്യക്തികൾ എന്ത് സമൂഹത്തിന് കൊടുക്കും, അവരുടെ ജനങ്ങളോടുള്ളൊരു സമീപനം എന്താണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. അല്ലാതെ അതിലപ്പുറത്തേക്ക് ഇപ്പം ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ, അവരൊക്കെ ഒരു സമയത്ത് സാധാരണക്കാരായിരുന്നവരാണ്, മറ്റും പല മേഖലകളിൽ ഉണ്ടായിരുന്നവരാണ്. ഇപ്പം ഞാൻ മത്സരിക്കുന്ന എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മന്ത്രിയായിട്ടുള്ള വാസവൻ സാർ തന്നെ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ജോലി ഒരു ഷാപ്പിലെ കരക്കാരനായിരുന്നു. അദ്ദേഹം ആ നിലയിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി ഇന്നിപ്പം മന്ത്രിയായിട്ട് നിൽക്കുന്നു. മനസ്സിലായോ? അപ്പം അത് ഈ ചോദ്യം തന്നെ സത്യം പറഞ്ഞ ഒരു അങ്ങനെയല്ല, ഇത് അപ്രസക്തമാണെന്ന് പറയുന്ന കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ശ്രീ രമേഷ് പിഷാരടിയെ അഖിൽ മാരാർ വിമർശിച്ചത് അദ്ദേഹർക്കും രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ പോയി നിന്നു എന്നുള്ള രീതിയിലാണ്. അതായത് രാഷ്ട്രീയത്തിൽ മുൻപരിചയം ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ അയാൾ ലക്ഷറി ജീവിതം ജീവിച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നാണ് അദ്ദേഹം. അതായത് അഖിൽ മാരാർ എന്ന വ്യക്തി 13ഓളം കേസുകളുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ 2013 പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതേ ലെവലുള്ള ഇപ്പോൾ മുൻകൂട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ അഞ്ജലി നായരാണെങ്കിലും താങ്കളാണെങ്കിലും. അപ്പോൾ താങ്കളെയും കൂടെ ആ വിമർശനങ്ങളെ ബാധിക്കില്ല എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ബാധിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നില്ല. പിന്നത്തെ ഒരു കാര്യം, ഇപ്പം അഖിൽ മാരാറിൻ്റെ കാര്യം കൂടുതൽ ചോദിച്ചിട്ടുണ്ട്, അഖിലേട്ടൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അഖിലേട്ടൻ മുന്നേയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇല്ലാത്ത ഒരാളാണ് എന്ന് പറയുന്നത് തെറ്റായിരുന്നു. നമ്മൾ ആളുടെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ മതി. അല്ല, അദ്ദേഹം ഉണ്ട്. അപ്പൊ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേഷ് പിഷാരടിക്ക് ഇല്ല, അദ്ദേഹത്തിനുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ താങ്കൾക്കാണെങ്കിലും അഞ്ജലി നായർക്കാണെങ്കിലും ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തിയ ആളുകളല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ള, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ പോലും അങ്ങനെ മുൻ പരിചയമില്ലാതുമ്പോൾ മറ്റൊരാൾക്കാരെ വിമർശിക്കാൻ എന്ത് അർഹതയുണ്ടെന്നാണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനെ അതിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ, അതിൽ അഖിലേട്ടൻ ഇപ്പം ആ ഒരു വിമർശനം നടത്തിയത് അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, അതവിടെ പറഞ്ഞു നിർത്തുന്നതായിരിക്കും നല്ലത്. ഇപ്പം എൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഞാൻ പറയുന്നല്ലോ, ഞാൻ തുടക്കത്തിൽ വന്ന സമയത്ത് ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് പോലും ഒരു സംശയം ഉണ്ടായിരിക്കാം, ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കിങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇന്നത് 6ാമത്തെ ദിവസമാണ്. ഇന്ന് ഈ 6ാമത്തെ ദിവസത്തിലോട്ട് എത്തുമ്പോൾ ജനങ്ങൾക്ക് ആ ഒരു ചിന്ത പോലും മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ അവിടെ തന്നെ എൻ്റെ വിജയമായില്ലേ. അതിലപ്പുറത്തേക്ക് എനിക്ക് ഈ പറഞ്ഞ ചോദ്യത്തിനൊരു മറുപടി വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്നും ആരും ജനിക്കുമ്പോഴേ നമുക്ക് കയ്യിലോട്ട് തരുന്ന ഒന്നല്ല, അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നല്ല. നമ്മൾ വളർന്നു വരുന്നു, നമ്മൾ കാര്യങ്ങൾ കണ്ടു പഠിക്കുന്നു, അങ്ങനെ അറിഞ്ഞും കേട്ടും പഠിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിൽ, നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ആവാനുള്ള ഏറ്റവും മിനിമം ഏജാണ് 25. ആ ഏജിൽ ഞാനത് കണ്ടു പഠിച്ചു, അങ്ങനെ അതിലേക്ക് വരുന്നു എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. അതിനകത്ത് നമുക്ക് രാഷ്ട്രീയം ഇനി അങ്ങോട്ട് ഞാൻ അടുത്തൊരു ഇലക്ഷൻ നിന്നാൽ അന്നേരം ഒരു പറയില്ലല്ലോ എനിക്ക് രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ല എന്നുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ, എല്ലാ മനുഷ്യർക്കും ഒരു തുടക്കമുണ്ട് എന്ന് മാത്രം ഓർത്താൽ മതി. ഇപ്പോൾ താങ്കളിലേക്ക് എങ്ങനെയായിരുന്നു 2020 സ്ഥാപക നേതാവ് കൂടി സാബു, അദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയായിരുന്നു? വളരെ നല്ലൊരു സപ്പോർട്ടാണ്. കാരണം സാബു സാറ് താങ്കളെ കണ്ടെത്തുന്നത് എങ്ങനെയായിരുന്നു ശരിക്കും? അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സുനിലങ്ങൾ വഴിയാണ് എന്നെ കണ്ടെത്തുന്നത്. എൻ്റെ ബയോഡേറ്റ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അപ്പം അങ്ങനെ നമുക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് സാബു സാർ ഇവിടെ നമ്മളെ നിർത്തിയത്. പ്രത്യേകിച്ച് ഇത് എൻ്റെ നാട് ആയതുകൊണ്ടും കൂടെയാണ് എന്നെ ഇവിടെ തന്നെ നിർത്താനുണ്ടായി. നമുക്ക് വീണ ചേച്ചി മാറിയത് അറിയാലോ. അപ്പോൾ ഇവിടെ തന്നെ അത് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു ഈശ്വരാധീനമാണ്. അല്ലെങ്കിൽ ചേച്ചി ഇവിടെ നിന്ന് മാറാനോ എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഒരു സ്ഥാനാർത്ഥി എന്തായാലും ഉണ്ടായിരുന്നു? അങ്ങനെയില്ല. വീണ ചേച്ചി പോയതുകൊണ്ടാണ് നമ്മളുടെ പേര് അവിടെ വരുന്നത്. ഞാൻ പറഞ്ഞത് ഈശ്വരാധീനം കൊണ്ടാണ് എൻ്റെ നാട് തന്നെ എനിക്ക് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചു. അപ്പോൾ അത് നമ്മൾ ഓക്കെ. അത് കഴിഞ്ഞു ഇന്നലെ സാറ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൺവെൻഷന്. സാറ് വളരെ ഹാപ്പിയാണ്, വളരെ പ്രൗഡാണ്. കാരണം ജനങ്ങളുടെ റെസ്പോൺസ് എല്ലാം സാറ് കാണുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ചോയ്സ് തെറ്റിയില്ല എന്നുള്ളത് സാറിന് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഇനിയുള്ള ബാക്കിയുള്ള ദിവസത്തെ പ്രചാരണ പരിപാടി? ഇനി 16 ദിവസത്തെ അടുത്തുണ്ട്. 16 ഇനി കൃത്യം പറഞ്ഞാൽ 13 ദിവസം കൂടെ ഉള്ളൂ. ആ ദിവസത്തിലേക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? എല്ലാം നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ മാക്സിമം ആളുകളെ കാണുക, ജനങ്ങളെ കാണുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ കുമരകം തൊട്ട് ഏറ്റുമാനൂർ വരെ അത്യാവശ്യം എല്ലാ മെയിൻ ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് ഇനിയും ഉണ്ട്. കാരണം ഏറ്റുമാനൂർ നിയോജക മണ്ഡലമാണ്, ഇത്രയും ഏരിയകളുണ്ട്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സമയം തീരെ കുറവാണ്. നമ്മൾ ഓൾറെഡി വന്നപ്പോൾ തന്നെ ലേറ്റായി. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജനങ്ങളെയും കാണാൻ. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എത്ര? വളരെ സപ്പോർട്ടാണ്. ആദ്യമൊക്കെ എൻ്റെ അമ്മയൊക്കെ ഒന്ന് പേടിച്ചിരുന്നു. ഞാനിങ്ങനെ ഇതിൽ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചു. അത് സ്വാഭാവികമാണ്, അമ്മമാരല്ലേ പേടിക്കും. പക്ഷെ അതിനുശേഷം ആ ഒരു എന്താ പറയുക, നമ്മൾ കയറി പിറ്റേ ദിവസം തൊട്ട്
എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഇപ്പം അറിയുന്നവരും ആയിക്കോട്ടെ അറിയാത്തവർ പോലും ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഏജിലൊക്കെ ഉള്ള കുട്ടികൾ പേഴ്സണൽ മെസ്സേജുകൾ അയക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് എനിക്കുണ്ടാക്കുന്ന ഒരു സെക്യൂരിറ്റി ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ടാക്കുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളെ നന്നായിട്ട് അറിയാം അവർക്ക്. അതുകൊണ്ട് നമ്മളെന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഫീൽ ഡിഫറെൻ്റ് ആണ്. അവസാനമായിട്ട് കാര്യം ചോദിച്ചു, സാധാരണയായി 2020 വരുന്ന സ്ഥാനാർത്ഥികൾ കേൾക്കുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളൊന്നാണ് ഈ പണമോഹിയായിട്ടോ അല്ലെങ്കിൽ പണം ആഗ്രഹിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തികം ഭദ്രത കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് പാരിതോഷികമായി ലഭിച്ചിട്ടാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നു എന്നുള്ളത്. ഇപ്പോൾ അഖിൽമാരായ സംസാരിച്ചിരുന്നു. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? എനിക്ക് ഇതുവരെ പൈസയൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല. ഒന്നാമത് ഇതൊരു തെറ്റിദ്ധാരണ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഒരു അലിഗേഷൻ ഉണ്ടാക്കുകയാണ് സത്യം പറഞ്ഞാൽ. അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ മത്സരിക്കുന്നു, ഇത് അവരെ ജയിപ്പിക്കാൻ വേണ്ടി പൈസ മേടിച്ചിട്ടുള്ള പരിപാടി, അല്ലെങ്കിൽ എനിക്ക് പൈസ തന്നിട്ടില്ല, ഇതൊക്കെ വെറും അലിഗേഷൻസ് മാത്രമാണ്. ഈ പറയുന്നവരൊക്കെ എന്തേ ഒരു പ്രൂഫ് വിത്ത് കാണിക്കാത്തത്? അത് കാണിക്കാനില്ല. അപ്പം ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞത് തള്ളുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ചോദ്യത്തിനൊരു ഉത്തരമായിട്ട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തരാനുള്ളൂ. പിന്നെ ഞാൻ എന്തായാലും പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇത് മുന്നിൽ കണ്ട് മാത്രമാണ്. ഇത് 2020 ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, സേവനങ്ങൾക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഞാനൊരു വ്യവസായം കൂടെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു റോൾ മോഡലാണ് സാബു എം ജേക്കബ് എന്ന് പറഞ്ഞ സാർ. അപ്പോൾ എന്നോട് ഇത് ചോദിക്കുമ്പോൾ എനിക്ക് അതിനകത്തൊരു സെക്കൻഡ് തോട്ടില്ല. നമ്മുടെ NDA പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി 2020 ഇവർ 3 പേരുമാണ് ഈ ഒരു സഖ്യത്തിൽ വരുന്നത്. അപ്പോൾ ഇവർ കൂടെ ഉള്ളപ്പോൾ പിന്നെ എനിക്ക് അതിലപ്പുറത്തേക്ക് എന്താ എനിക്ക് ചിന്തിക്കാനുള്ളത്? അപ്പോൾ എൻ്റെ വിഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആവും എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്, അല്ലാതെ പണം മോഹിച്ചല്ല. വിജയപരാജയങ്ങൾ നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇതിന് ശേഷമുള്ള ഇതിനകത്ത് താങ്കളുടെ കുറേ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പം കലാപരമായിട്ടുള്ളതാണെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുമോ? തീർച്ചയായിട്ടും. ഞാൻ എടുത്തു പറയുന്നു, രാഷ്ട്രീയം അല്ല ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, രാഷ്ട്ര സേവനമായിരിക്കും. അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സേവിക്കുകയാണ്. അതെന്തായാലും മുന്നോട്ടുണ്ടാവും. രാഷ്ട്രീയത്തെ ഞാൻ അന്നും ഇന്നും ഒരു തൊഴിലായിട്ട് കണ്ടിട്ടില്ല, ഇനി അങ്ങോട്ട് കാണാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പം ഞാൻ കുറച്ചുകൂടി ഊന്നൽ നൽകുന്നത് സേവനങ്ങൾക്കും വികസനങ്ങൾക്കുമായിരിക്കും, രാഷ്ട്രീയത്തിനായിരിക്കത്തില്ല. അപ്പോൾ ആ വികസനങ്ങൾ മുന്നോട്ട് നന്ദി. എല്ലാ ആശംസകളും.